കോരവിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വി.ഡി. സതീശൻ്റെ ആദ്യത്തെ ബജറ്റ് ഇന്ന് അവതരിപ്പിച്ചു. നമ്മൾക്കറിയാവുന്ന കണക്ക് പൂച്ച വെറ്റ് കിടക്കുന്ന ഒരു ഖജനാവാണ് അദ്ദേഹത്തിന് ഭരിക്കാൻ കിട്ടിയത്. നയാ പൈസ ഇല്ലാതെ തെണ്ടി കുത്തുവള എടുത്തിരിക്കുന്ന ഒരു ബജറ്റും വെച്ചുണ്ട്. ഈ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ കണക്ക് അദ്ദേഹം ചില നല്ല വാഗ്ദാനങ്ങളും നല്ല നിർദ്ദേശങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു ബജറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുതിയ തലമുറയ്ക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും തൻ്റെ പരിമിതമായ വിഭവങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു ബജറ്റാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത് നമ്മുടെ കാരണഭൂതനടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ പോകട്ടെ. കോരനെന്ന് വിചാരിക്കുന്നത് വല്ലഭന് പുല്ലും ആയുധമെന്നാണ്. അതായത് ഒന്നുമില്ലാത്ത ഒരു കാലി ഖജനാവായിട്ട് പോലും അദ്ദേഹം ഉള്ളതുകൊണ്ട് ഓണം പോലെ നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഈ എറണാകുളത്തെ ആ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്ന കേസ് 58 വർഷമായിട്ട് നിലവിലുള്ളതാണ്. പക്ഷേ എന്നാലും 10 വർഷം ഈ പാവങ്ങളുടെ ഈ പാർട്ടി ഇവിടെ ഭരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ ഈ UDF വന്നിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ പുഷ്പം പോലെ ആ സംഭവം തീർത്ത് അത്രയ്ക്ക് ഒരു മാജിക്ക് പരിപാടിയാണ് ഈ UDFൻ്റെ കയ്യിലുള്ളത്. അത്രയും ചെയ്ത അവരുടെയാണ് ഇപ്പം നവകേരളം പണി ഉപേക്ഷിച്ചെന്നും പറഞ്ഞിട്ടാണ് പിണറായി വിജയൻ്റെ ഒരു എതിർപ്പ്. ഇയാളുടെ നവകേരളം ആർക്ക് വേണം? എന്ത് നവകേരളമാണ് ഇവരുണ്ടാക്കിയത്? അങ്ങനെ ഈ നവകേരളം പണി ഉണ്ടാക്കുമായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഈ കയ്യേറ്റക്കാരുടെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. ഈ നവകേരളം എന്ന് പറഞ്ഞ് ഇവർ ഈ പൗരപ്രമുഖരുമായിട്ട് ഊണും കഴിച്ച് അറമാദിച്ച് നടക്കുമായിരുന്നു. അതാർക്കും വേണ്ട. അതൊക്കെ ആളുകളെടുത്ത് തോട്ടിലിട്ടു ഈ നവകേരളമൊക്കെ. അതൊന്നും ഇയാൾക്ക് അറിയുന്നില്ല. ഇപ്പോഴും ഇയാൾ ഉണ്ടാക്കിയ നവകേരളം ഏതാണ്ട് വലിയ കാര്യമെന്നാണ് അദ്ദേഹം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം PR ഏജൻസികളുമായിട്ട് ചേർന്ന് ഒരു ടൈറ്റിലും ഇട്ട് ഇയാളുടെ ഈ ഹോർഡിങ്സ് വെച്ച കണക്ക് നവകേരളം ഒന്നും പറഞ്ഞുണ്ടാക്കി. അല്ലാണ്ട് ഇതിനകത്ത് എന്തൊന്നും കാര്യമുള്ളത്? കുറേ ധൂർത്തടിക്കാനായിട്ട് പാർട്ടിക്കാർക്ക് കുറേ പണം ധൂർത്തടിക്കാനായിട്ട് കൊടുത്തു എന്നുള്ളതല്ലാണ്ട് നവകേരളത്തിനകത്ത് എന്താണ് ചെയ്തത്? നവകേരളം വേണ്ട, കേരളീയർക്ക് വേണ്ട. അതെല്ലാമാണല്ലോ ഇവരെ മൂലയ്ക്ക് ഇരുത്തിയത്. ഇപ്പം വി.ഡി. സതീശന് എല്ലാ ഭാവങ്ങളും നേരുന്നു.